നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജഗൻ ഈ പോകുന്നത് തകർച്ചയുടെ കാണാ കയത്തിലേക്കാണെന്നുള്ള കാര്യം അവൻ അറിയുന്നില്ല. ജഗൻ അവളെ പ്രണയിക്കണം. എന്നിട്ടാൻ ജാതകദോഷക്കാരിക്കൊപ്പം ജീവിതം നരകിച്ച് തീർക്കണം. എന്നാലേ എനിക്ക് ഈ കുടുംബത്തിലെ റാണിയാവാൻ പറ്റൂ. രാഗി, എന്താ ഇത്? വെറുതെ എന്തിനാ ഈ അന്ധവിശ്വാസമൊക്കെ? അതെ സാഗറെ, വന്ദനയുടെ ജാതകദോഷമാണ് ഏട്ടന്റെ മരണകാരണമെന്ന് വിശ്വസിച്ചത് അന്ധവിശ്വാസം തന്നെയാ. ലോറിയിൽ നിന്നും ഓടിമറിഞ്ഞ ഡ്രൈവർ ഇപ്പോഴും ഒളിവില. ഒരു കൂടെപ്പിറപ്പെന്ന നിലയിൽ ഞാൻ വേണം പരാതി കൊടുക്കാൻ. രാഗി, ആ വന്ദന പരാതി കൊടുത്തിരിക്കുന്നത് നീയാണ് കൊലപാതകം ചെയ്തിരിക്കുന്നതെന്നാ. അന്വേഷിക്കട്ടെ, അപ്പോ തെളിയുമല്ലോ കതിരും പതിരും. രാഗി, നമ്മളിപ്പോ ഒന്നിനും പോവണ്ട. അവളുടെ ലക്ഷ്യം രാജീവ് മേനോന്റെ സ്വത്താ. ആദ്യം കുഞ്ഞിനെ സ്വന്തമാക്കിയാലേ സ്വത്ത് കൈവശമാക്കാനാവൂന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അതിനുള്ള പുറപ്പാടില അവള്. രാജീവേട്ടന്റെ സ്വത്തിൽ അവക്കെന്താ അവകാശം? അത് വിൽപത്രത്തില് നീ വായിച്ചതല്ലേ. ഇപ്പൊ തൽക്കാലം അവളെ ഒതുക്കി നിർത്തണം. അതാണിപ്പം കുറുപ്പിനും ആവശ്യം. പഴയ വന്ദനയല്ല അവളിപ്പോ. അതുകൊണ്ട് തന്നെ ഭീഷണിയല്ല, അവളുടെ മുന്നിൽ തന്ത്രമാണ് പ്രയോഗിക്കേണ്ടത്. മനസ്സിലായില്ല. കള്ളന്മാരെ കണ്ടിട്ടില്ലേ? ഒരു വീട് കുത്തിപ്പൊളിക്കാൻ ആയുധം കണ്ടെത്തുന്നത് ആ വീടിന്റെ പരിസരത്തു നിന്ന് തന്നെയല്ലേ? അതുപോലെ വന്ദനെ നിലയ്ക്ക് നിർത്താനുള്ള ഉപായം കണ്ടെത്തേണ്ടത് ആ വീട്ടിൽ നിന്ന് തന്നെ വേണം. സാഗർ ഉദ്ദേശിക്കുന്നത് പ്രകാശൻ. പ്രകാശോ? അതെ, പ്രകാശന്റെ പണത്തിനോടുള്ള ആർത്തി നീ കണ്ടതല്ലേ? എന്നാലും പ്രകാശിന്റെ കൂടെപ്പിറപ്പാണ് വന്ദന. വന്ദനയ്ക്കെതിരെ പ്രകാശ്? എന്ത് പ്രകാശ്? 30 വെള്ളിക്കാശിന് സാക്ഷാൽ ക്രിസ്തുദേവനെ ഒറ്റിക്കൊടുത്ത നാടായത്. പണത്തിനോടുള്ള ആർത്തി കടലിലെ ഉപ്പുവെള്ളം പോലെയാ. എത്ര പേമാരി പെയ്തിറങ്ങിയെന്ന് പറഞ്ഞാലും ഉപ്പ് രസം വിട്ടുമാറില്ല. പ്രകാശനെ വെച്ച് കളിപ്പിക്കാൻ പോവാ നമ്മള്. ഐഡിയ ഉള്ള. എന്നാ വണ്ടി എടുന്നു. നീ ഇതെങ്ങോട്ടോ മോനെ? അത് പിന്നെ ഹരിതയ്ക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി പൊട്ട ഇത് അവൾക്ക് കൊണ്ടു കൊടുക്കണം. പാവല്ലേ ചവള്. അച്ഛമ്മയുടെ ബിരിയാണി പൊട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ പിന്നെ കൊടുത്താൽ മതി. നിന്നെ പ്രധാനപ്പെട്ട ചർച്ചയ്ക്കൊന്നും കൂട്ടുന്നില്ലെന്നാണല്ലോ നിന്റെ പരാതി. പാർട്ടി പ്രസിഡന്റിനോട് ചില അത്യാവശ്യ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പ്രാക്ടിക്കൽ ആവണമെങ്കിൽ നിന്റെ ഇടപെടൽ കൂടിയേ തീരൂ അല്ലേ? ആ പൂട്ടങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പോയി പാർട്ടി പ്രസിഡന്റിനെ കാണാം. പോടാ ചെല്ലേ. അല്ല അച്ഛാ, അത് ജഗ വളരെ പ്രധാനപ്പെട്ട കേസായോണ്ടാ ജഗൻ ഉടനെ പോണെന്ന് സാറ് പറയുന്നത്. അച്ഛാ, ഇത് ഹരിതയ്ക്ക് കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം പാർട്ടി പ്രസിഡന്റിനെ കണ്ടോളാം. അതൊന്നും ശരിയാവില്ല. ഹരിതയെ കാണുന്നതിനേക്കാൾ അത്യാവശ്യം പാർട്ടി പ്രസിഡന്റിനെ കാണുന്നതാണ് അല്ലേ സെക്രട്ടറി? നീ ഇപ്പൊ ഞാൻ പറയുന്ന കൂടെ അനുസരിച്ചാ മതി. അച്ഛമ്മേ, ഇത് കൊണ്ടുപോയി കൊടുക്കണ്ടേ? തണുത്താ പിന്നെ ടേസ്റ്റ് അങ്ങ് പോവും. അതാ. അത് ശരിയാണല്ലോ. എടാ ശിവ, എന്താ വേണം? ഇത് മാധവന്റെ വീട്ടിൽ കൊണ്ടുപോയി ഹരിതയെ ഏൽപ്പിക്കണം. ശരി വേണം. അല്ല, അത് മാധവന്റെ വീട്ടിൽ നീ കൊണ്ടുപോയി കൊടുക്കുന്നതിലും നല്ലത് ശിവ കൊണ്ടുപോയി കൊടുക്കുന്നതാ. ജഗം പോകണ്ട, നീ വന്നേ. ഇതൊന്ന് വായിച്ചു നോക്ക്.
ശിവ, ആ എന്താ ചേച്ചി? അതിങ്ങെടുക്ക്. ആ, ഈ ജോലി ചെയ്യാൻ ഇവിടെ വേറെ ആളുണ്ട്. ആ, നീ ചെയ്യണ്ട. നീ ചെന്ന് ജഗനോട് ഇങ്ങോട്ട് വരാൻ പറ. അതിപ്പോ കുറുപ്പ് സാറ്. നീ ഞാൻ പറയുന്നത് കേട്ടാ മതി. ശരി. ആ ജഗ, നീ പ്രസിഡന്റിനോട് സംസാരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പുകഴ്ത്തി കൊടുക്കണം, അറിയാലോ. ആളൊരു പുങ്കനാ. മോനെ, നീ ആ പേപ്പർ ഇങ്ങെടുത്തേ. കാടാ, ഇതെന്താ കപ്പലണ്ടി പൊതിയാണെന്നാണെന്നോ വിചാരിച്ചേ? ഇത് എഗ്രിമെന്റ് ആടാ, എഗ്രിമെന്റ്. ഇതാ നോക്കൂ, ഓടാ അവിടെ. അതൊക്കെ ശരിയാണ്. ഇതൊന്ന് നോക്കിക്കേ. ശരിയാണ് സാർ. ഇതാ, ആ. ഇതൊക്കെ. ശരിയാണോ? ഏട്ടത്തി, ഇത് ഹരിതയ്ക്ക് ബിരിയാണി പുട്ട് എത്തിക്കാനുള്ള വ്യഗ്രതയല്ലെന്ന് അറിയാം. ഏതായാലും പ്രേമത്തിന് തടസ്സം വരുത്തുന്നില്ല. ആ പിന്നെ, ബിരിയാണി പുട്ടിന്റെ മറവിൽ കാമുകിയെ കണ്ടാ മാത്രം പോരാ, അവളെ സ്വന്തമാക്കണം കേട്ടോ. അത്ര പെട്ടെന്നൊന്നും പ്രണയത്തിലെടുത്ത് ചാടുന്നവളല്ല അവള്. മാധവൻ നായരും ചന്ദ്രികാമ്മയും ചൊല്ലി വിളിക്ക് വളർത്തിയതാ. അതറിയാം ഏട്ടത്തി, അതാ ഒരു പ്രശ്നം. അവിടെ ഒരു പ്രത്യാശ ഉണ്ടനിയാ. ഈ മാധവൻ നായരും ചന്ദ്രികാമ്മയും ഇതുപോലൊരു പ്രണയ വിപ്ലവം സൃഷ്ടിച്ചവരാ. എന്നുവെച്ചാ എന്ന് വെച്ച എന്താ, അവർ ഒളിച്ചോടി കല്യാണം കഴിച്ചവരാ. അപ്പോ രക്തത്തെ അതിന്റെ ഒരു അംശം കലരാതിരിക്കില്ലല്ലോ. അതാണൊരു പ്രതീക്ഷ. നന്ദിയുണ്ട് ഏട്ടത്തി, നിങ്ങൾ എന്റെ ഏട്ടത്തിമ്മയല്ല, കൂടെ പുറപ്പാ. ഈ പ്രണയം സഫലമായ അതിന്റെ നന്ദിയും കടപ്പാടും എന്നും ഉണ്ടാവും. വേഗം കൊണ്ട് കൊടുക്ക്. ജഗൻ ഈ പോകുന്നത് തകർച്ചയുടെ കാണാ കയത്തിലേക്കാണെന്നുള്ള കാര്യം അവൻ അറിയുന്നില്ല. ജഗൻ അവളെ പ്രണയിക്കണം. എന്നിട്ടാൻ ജാതകദോഷക്കാരിക്കൊപ്പം ജീവിതം നരകിച്ച് തീർക്കണം. എന്നാലേ എനിക്ക് ഈ കുടുംബത്തിലെ റാണിയാവാൻ പറ്റൂ. എല്ലാവരെയും ഒരു മൂലയ്ക്കാക്കിയിട്ട് എനിക്ക് ഈ ബംഗ്ലാവ് ഭരിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.